ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ബുക്ക് വായിക്കുമായിരുന്നേ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേതൻ ഭഗതിൻ്റെ എല്ലാ ബുക്കും വായിക്കുമായിരുന്നു. അതാണ് ആകെയുള്ള എൻ്റെ ഒരു വായനാശീലം. മാർത്തയുടെ അപ്പയും അനിയനും അതുപോലെ തന്നെ അവിടെ പപ്പയും ഒക്കെ നന്നായിട്ട് ബുക്ക് വായിക്കുമേ. എനിക്കത് വളരെ നല്ലൊരു ശീലമായിട്ടാണ് തോന്നുന്നത്. മാർത്തയ്ക്ക് ഒരു 3 മാസമായിരിക്കുമ്പോൾ തൊട്ടേ ഞാൻ ബുക്സ് മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് അവളുടെ ഉപ്പാപ്പനും എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് ആൾക്കാർ ബുക്സൊക്കെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ ആ ആളുടെ പേരും ആ ഇയറും എഴുതിയാണ് അത് സൂക്ഷിക്കുന്നത്. മാർത്ത കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അവൾ ബുക്കൊന്നും അങ്ങനെ നശിപ്പിച്ച് കളയാറില്ല കേട്ടോ. കാര്യം അവൾ ചെറുതായിട്ട് ബുക്കൊക്കെ കീറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി അതിനെ തടയാറില്ല. അങ്ങനെ തടയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്കത് കൂടുതലായിട്ട് ചെയ്യാൻ തോന്നുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും അവളെ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യും. അത് മാത്രമേ ചെയ്യാറുള്ളായിരുന്നു കേട്ടോ. 1 മന്ത് കൂടുമ്പം ഞാനും മാർത്തയും ഈ ബുക്സൊക്കെ നന്നായിട്ട് വൈപ്സ് വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. കാര്യം കുഞ്ഞു പിള്ളേർ എത്ര വൃത്തിയായിട്ട് നടന്നാലും അവരുടെ കയ്യിൽ അഴുക്കുണ്ടാവും. അത് വായിക്കുമ്പം ആ ബുക്കിലും ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുള്ള ബുക്കുകൾ ഞാനത് ഒട്ടിച്ച് ശരിയാക്കി വെക്കാറുമുണ്ട്. ഏതൊരു സാധനത്തിനും നമ്മൾ കൊടുക്കുന്ന കരുതലാണ് കുട്ടിയും കണ്ടുപഠിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് മുഴുവനും അങ്ങനെയാണെന്നല്ല, ഒരു 60% അങ്ങനെയാണ്. ബാക്കിയുള്ളത് പുറത്ത് അവർ എക്സ്പോസ്ഡ് ആവുന്ന ഒരു ലോകവുമാണ്. ബുക്സ് ഞങ്ങൾ റെഗുലറായിട്ട് വായിക്കാറുണ്ട് കേട്ടോ.